ഈ അടഞ്ഞ മുറിയിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ നല്ലത് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് ഇവിടേക്ക് ഞാൻ വരാൻ പറഞ്ഞത്. സാറ് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട സാറേ, ഞങ്ങൾ മ്യൂച്വലായിട്ട് എടുത്ത തീരുമാനം ഇത്. അതെനിക്കറിയാലോ, പക്ഷെ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഡിവോഴ്സിന് തക്കതായ ഒരു കാരണമൊന്നും നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. രണ്ടുപേരും പരസ്പരം ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് തീരുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഇടയിലുള്ളൂ. സാറേ, അത് ഞാൻ മാത്രം മനസ്സിലാക്കി വിട്ടുവീഴ്ച കൊണ്ട് കാര്യമുണ്ടോ? കണ്ടല്ലേ സാർ, ഇതാണ് ഇവിടെ സ്വഭാവം. 14 വർഷമായിട്ട് സഹിക്കുകയാണ് സാർ. പിന്നെ എൻ്റെ മക്കൾ ആലോചിച്ചിട്ട് മാത്രമാണ്. പരസ്പരം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞത്. സാറേ, എൻ്റെ മക്കൾക്ക് ഇതുവരെ ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കിയിട്ടുള്ളത്. ഇവൾക്കും ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. സാറേ, കുറേ പണവും വലിയ ആഡംബരങ്ങളൊന്നുമല്ല ഏതൊരു സ്ത്രീയും ഭർത്താവിന് ആഗ്രഹിക്കുന്നത്. ഇഷ്ടങ്ങളെ പരിഗണിച്ചൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ഏത് നരകത്തിനാണെങ്കിലും കൂടെ നിന്നോളും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഡിവോഴ്സേ വളരെ സങ്കടത്തോടെ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. അത് രണ്ടുപേർക്കും പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ളൊരു അവസരമാണ്. ഈ ചെറിയ ചെറിയ കാരണത്തിൻ്റെ പേരിലേ നിങ്ങൾ ഈ പരസ്പരം മനസ്സ് നേറിയിട്ട് പിരിഞ്ഞിട്ട് ജീവിക്കുന്നതിനേക്കാളൊക്കെ എത്ര നല്ലതാണ്. ചെറിയ വിട്ടുവീഴ്ച മതി, ഹാപ്പിയായി ജീവിക്കാം. എന്തായാലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു തീരുമാനം അറിയിക്കുക. അല്ല സാറേ, വരുന്ന കേസല്ലേ ഇങ്ങനെ ഒത്തുതീർപ്പാക്കിയാലേ നമ്മളെ കാര്യം പട്ടിണിയാവൂലേ? ഈ ജഡ്ജിന്റെ മുന്നിലേ നുണ പറഞ്ഞ് വാദിച്ചിട്ട് ബന്ധം വേർപ്പെടുത്തിട്ടുണ്ടാക്കുന്ന പൈസ ചെലവാക്കാനേ ഞാൻ കുറെ ഹോസ്പിറ്റലിൽ കയറിറങ്ങേണ്ടി വരും. അതിലും നല്ലത് ഈ പട്ടിണി കൂടെ കണ്ട് പോയാൽ മതി. ഞാൻ അങ്ങോട്ട് നോക്കിയേ, ബെഡ്റൂമിൽ ഇരുന്നിട്ട് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളൂ. അതിനാണ് ഡിവോഴ്സിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്.